next topic, differentials. എന്താണ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എന്താണ് ഇൻക്രിമെന്റ്സ് എന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്ന നമ്പർ ഒരു വേരിയബിള് x1 നിന്ന് xലോട്ട് മാറാണ്. അപ്പോൾ suppose that x changes from x1 to x2. Then the change in x called increment in x. അപ്പോൾ x1 നിന്ന് xലോട്ടുള്ള മാറ്റം എത്രയാവും അതിനെയാണ് ചേഞ്ച് ഇൻ x എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഇൻ x എന്ന് വിളിക്കുക. അത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഇത് 5, ഇത് 10. ഇപ്പം എങ്ങനെ മാറ്റം കണ്ടുപിടിക്കുക? നമ്മൾ 10ൽ നിന്ന് 5 കുറയ്ക്കും. അതുപോലെ ഈ x2ൽ നിന്ന് x1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, അതിനാണ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുക, ഡെൽറ്റ എക്സ്. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. ഈ ഡെൽറ്റ എക്സ് തന്നെയാണ് നമ്മുടെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് എന്ന്. ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ചേഞ്ചസ് ഫ്രം 2 to 2.1, ഡെൽറ്റ എക്സ് എന്തായിരിക്കും? 2.1 minus 2, that is 0.1. And if x changes from 2 to 1.9, then delta x is equal to 1.9 minus 2, that is 0 minus 0.1. ഇതിനെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിനെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്നതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ ഡിനോട്ട് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അതാണ് x2 ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഈ മൈനസ് x1 അപ്പം കൊണ്ടുപോകുമ്പോൾ പ്ലസ് x1 ആവും. ഡെൽറ്റ എക്സ് പ്ലസ് x1 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ദ ഇൻക്രിമെന്റ് ഇൻ എക്സ്. ദെൻ ഇനി വേറെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം നമുക്ക് നോക്കാം. ഇതാണ് y = f of x എന്ന് പറയുന്ന ഗ്രാഫ്. അതിൽ ഇതാണ് എക്സ്. ഈ എക്സിനോട് കൂടെ ഒരു ഡെൽറ്റ എക്സ് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സും ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നമ്മുടെ ഡിഫറൻസ് ഡെൽറ്റ എക്സ് ആണ്. എക്സിന് കറസ്പോണ്ടിങ് ആയി ഒരു എഫ് ഓഫ് എക്സ് ഇവിടെ കിട്ടും. അതുപോലെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് കറസ്പോണ്ടിങ് ആയി എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെയും കിട്ടും. അപ്പോൾ എന്ത് തന്നെയാലും ഇവയ്ക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്. അതാണ് ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇത് മൈനസ് ഇത്, അതിന് നമ്മൾ ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നു, ഡെൽറ്റ വൈ. നോക്കാം. സപ്പോസ് ദാറ്റ് two quantities x and y are related by an equation y is equal to f of x, where f is some function. If x changes from x to x plus delta x, then the corresponding changes in y or increment in y is denoted by delta y. ഇൻക്രിമെന്റ് ഇൻ എക്സ് ഡെൽറ്റ എക്സ് ആണെങ്കിൽ ഇൻക്രിമെന്റ് ഇൻ വൈ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ആണ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ്, ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ. ഇതൊന്ന് ഓർത്തിരിക്കണം എന്ന് മാത്രം. പ്രോബ്ലം നോക്കാം. സപ്പോസ് ദാറ്റ് y is equal to 2x cube minus x plus 1. Find delta x and delta y when x changes from 3 to 3.01, and question number B, x changes from 3 to 2.98. Question number A ചെയ്യാം. Here given that delta x is equal to 3.01 minus 3, അതായത് x വേരി ചെയ്യുന്നത് 3 മുതൽ 3.01 ആണ്. എക്സിന്റെ മാറ്റം എത്രയാ? 0.1 ആണ്, 0.01. ആ എക്സിന്റെ മാറ്റത്തിന് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയാം. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 3.01 മൈനസ് 3, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.01. നെക്സ്റ്റ് തന്നിട്ടുണ്ട് എഫ് ഓഫ് വൈ എന്താണെന്ന്, സോറി വൈ എന്താണെന്ന് തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x cube minus x plus 1 തന്നിട്ടുള്ള കാര്യമാണ്.
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ഡെൽറ്റ വൈ ആണ്, ചേഞ്ച് ഇൻ വൈ, ദാറ്റ് ഇസ് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താ? ബൈ ഫോർമുല ദിസ് ഈസ്, ഇതാണ് ഫോർമുല കേട്ടോ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഡെൽറ്റ വൈ is equal to എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ is equal to എഫ് ഓഫ് x plus delta x minus f of x, that is equal to f of 3.01 minus f of 3. കാരണം x plus delta x, ഇതൊരു ചോദ്യമാണ്, എങ്ങനെയാണ് x plus delta x 3.01 വന്നത്? x എത്രയാ? 3 ആണ്. ഡെൽറ്റ x എത്രയാ? 0.01 ആണ്. x plus delta x എത്രയാ? 3 plus 0.01, 0.01, that is 3.01. ഇതാണ് ഈ അവസാനത്തെ വരെ നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് മാറുക. ഡെൽറ്റ എക്സ് അല്ല, ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് മാറുക. അപ്പോൾ എഫ് ഓഫ് 3.01 മൈനസ് എഫ് ഓഫ് എക്സ് 3 മൈനസ് എഫ് ഓഫ് 3. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 3.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ഉണ്ടായിട്ടുള്ളത് 2 into 3.01 whole cube minus 3.01 plus 1 minus 2 into 3 cube minus 3 plus 1, that is separate ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇതാണ് ഫസ്റ്റ് വൺ ആൻസർ. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? 3 നിന്ന് 2.98 വ്യത്യാസം. ഇപ്പോൾ ഡെൽറ്റ എക്സ് is equal to രണ്ടാമത്തെ വാല്യൂ മൈനസ് ഒന്നാമത്തെ വാല്യൂ, അല്ലാതെ വലുതും ചെറുത് കുറയ്ക്കുക എന്നുള്ളതല്ല. 2.98 minus 3, that is minus 0.02. Then by the same formula, delta y is equal to f of x plus delta x minus f of x. x plus delta x എത്ര കിട്ടുക? x എന്ന് പറഞ്ഞാൽ 3 plus delta x എന്ന് പറഞ്ഞാൽ minus 0.02. അപ്പോൾ 3 minus 0.02, that is f of 2.98. Sorry, that is 2.98. 2.98 ഇത് കിടക്കുന്നത് f of 2.98 minus f of 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇത് കിട്ടും. ഇതാണ് എന്താണ് ഡിഫറൻഷ്യൽ എന്ന് നോക്കാം. ഡയറക്റ്റ് ഡെഫിനിഷൻ നോക്കാം. Let y is equal to f of x, where f is differentiable function, then the differentiable delta x of the independent variable x is dx is equal to delta x. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ dx ആണ്. That dx is equal to delta x, where delta x is the increment in x. പക്ഷേ ഡിഫറൻഷ്യബിൾ dy, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയ yന്റെ ഡിഫറൻഷ്യബിൾ എന്നത് dy ആണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. dy is equal to f dash of x into delta x, that is f dash of x into dx. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കറിയാലോ dy by dx ആണ് എന്ത്? അപ്പോൾ f ആണ് ഫംഗ്ഷൻ എങ്കിൽ that is f dash. അപ്പോൾ dy is equal to f dash into dx. ഇതാണ് dy എന്ന് പറഞ്ഞാൽ. അത് ഓർത്തിരിക്കുക. എക്സിന്റെ ഡിഫറൻഷ്യല് ഡെൽറ്റ എക്സും വൈന്റെ ഡിഫറൻഷ്യല് f dash of x into dx ആണ്. For the independent variable x, there is no difference between the differential dx and the increment delta x. Both measures the change in x from x to delta x. അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിലെ dx എന്ന ഡിഫറൻഷ്യൽ എന്ന് പറയുന്നതും ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതും ഒന്നാണ്. ഇത് ഇൻക്രിമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. For the dependent variable y, the differential dy is an approximation of the change in y. dy is the approximation of the change in y. dy corresponding to small change x, that is പറയാം. The differential dy is an approximation of the change in y. Change in y എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ അപ്രോക്സിമേഷൻ എന്തിനോട് കറസ്പോണ്ടിങ് ആയിട്ട്? കറസ്പോണ്ടിങ് ടു ദ സ്മോൾ ചേഞ്ച് ഇൻ എക്സ് ഫ്രം എക്സ് ടു ഡെൽറ്റ എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് തന്നെ എഴുതുന്നത്. അപ്പോൾ വൈയിലെ approximation of the change in y.
വൈയിലെ ചേഞ്ച് ഡിവൈഡ് ബൈ എക്സിലെ ചേഞ്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. The differential dy depends on both x and dx. However, if x is fixed, then y is linear function of dx. Consider the equation y is equal to 2x cube minus x plus 1 of example 1. Use the differential dy to approximate delta y when x changes from 3 to 3.01. Question number B. X changes from 3 to 2.98. Compare your results with those examples of 1. നമുക്ക് നോക്കാം. f of x തന്നിട്ടുണ്ട് 2x cube minus x plus 1. Then dy നെ കണ്ടുപിടിക്കാം. differential of y എളുപ്പമാണ്. f dash of x ന് dx. ഇതാണ് f of x. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x cube എന്ന് പറഞ്ഞാൽ 6x square. x എന്ന് പറഞ്ഞാൽ 1. 6x square minus 1 into dx. Here x is equal to 3. So dx എത്രയാ? dx എന്ന് പറഞ്ഞാൽ 3 ഇവിടെ തന്നിട്ടുണ്ടേ 3യിൽ നിന്ന് 3.01 ഉള്ള ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം 3യിൽ നിന്ന് 3.1 മാറുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 3.01 മൈനസ് 3 ആണ്, that is 0.01 ആണ്. സോ dy is equal to ഇവിടെ നമുക്ക് എന്താ കിട്ടിയെന്ന് അറിയോ? എക്സിന്റെ വാല്യൂ ഈ കിടക്കുന്ന എക്സിന്റെ വാല്യൂ 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? dx കൂടെ കിട്ടിയാൽ മതി. ഈ കിടക്കുന്ന dx എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കണ്ടുപിടിച്ചു? dx എന്ന് പറഞ്ഞാൽ അറിയാലോ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 3.01 മൈനസ് 3 ആണ്, that is 0.01. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? ഈ വാല്യൂ ഇതില് എക്സിനും ഡെൽറ്റ എക്സിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. that is delta y is equal to ഇത്. then second question, x എന്ന് പറഞ്ഞ 3യും ഡെൽറ്റ പിന്നെ അവർ പറയുന്നത് എന്താ? 3ൽ നിന്ന് 2.98 കുറയണമെന്നാ പറഞ്ഞത്. അപ്പോ x is equal to 3 ആണെങ്കിൽ ഡെൽറ്റ x എത്ര വരും? 2.98 minus 3, that is minus 0.02. therefore dy is equal to ഈ ഫോർമുല 6 into ഇതിന് സെയിം dy തന്നെയാണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 into 3 square minus 1 into minus 0.02, that is ഇത്. So the approximate value is delta y is equal to ഇത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് എന്താ പറയാ ടഫായിരുന്നു. ടഫ് എന്നല്ല, നമുക്ക് അത്ര ഒരു ആവശ്യമുള്ള സംഭവമല്ല, ഒരു കുറച്ച് അപ്ലിക്കേഷൻ ലെവലാണിത്. അതുകൊണ്ട് നമ്മളിത് വിട്ടുകളയുന്നു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ വിട്ടുകളയുന്നു. Then error estimate. An important application of differential lies in the calculation of error propagation. For example, suppose that the quantities x and y are related by the equation y is equal to f of x, where f is some function, then a small error delta x or dx incurred in measuring the quantity x results an error delta y in the calculation of y. That is, then the small error delta x or dx incurred in measuring the quantities of x results an error delta y in the calculation of y. ഇത്ര ആലോചിച്ചാൽ മതി. ഈ കണ്ട ഗ്രാഫ് ഉണ്ടല്ലോ, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞത് നമ്മൾ പറയുന്നത് എക്സിൽ ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഓർ ഡി എക്സ് എന്ന ചെറിയൊരു എറർ എക്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതേ എറർ അതിന് കറസ്പോണ്ടിങ് എറർ എവിടെ സംഭവിക്കും? ഇവിടെ സംഭവിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ വൈയിലും സംഭവിക്കും. അപ്പോൾ എക്സ് ആക്സിസ് എക്സിലെ ചെറിയൊരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എറർ ഇവിടെ സംഭവിക്കും, വൈയിൽ സംഭവിക്കും. അത്രയാണ് പറയുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, വളരെ എളുപ്പമാണ് പ്രോബ്ലംസ്.
എറേഴ്സിനെ കുറിച്ചാണ് കണ്ടത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. A small error delta x or dx incurred in measuring the quantity x results in an error delta y in the calculation in the calculated value of y. Estimating the surface area of moon. Assume that the moon is perfect sphere and suppose that we have measured its radius and found it to be 1080 mi with a possible error of 0.05 mi. Estimate the maximum error in the computed surface area of the moon. സ്ഫിയർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ s is equal to pi r 4 pi r square എന്നാണ്. ഇത് റിസൾട്ട് ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച റിസൾട്ട് ആണ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ വിത്ത് റേഡിയസ് r is s is equal to 4 pi r square. Given that the error in r is delta r is equal to 0.05 mi. അപ്പോൾ എറർ ഡെൽറ്റ ആർ 0.05 തന്നിട്ടുണ്ട്. Then and the required നമുക്ക് കണ്ടുപിടിക്കേണ്ടത് to find the error delta x in s ആണ്. ആറിന് ഒരു എറർ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആറിൽ ഒരു എറർ സംഭവിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു എറർ അവിടെ സംഭവിക്കണം, എസ്സിൽ സംഭവിക്കണം, എസ്സിൽ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ എററിനെ നമ്മൾ ഡെൽറ്റ എസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടെയാണ് ആറുകൾ കൊടുക്കുന്നത്. അപ്പൊ 6 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സാധനം ഇവിടെ കിട്ടണം. ഇവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു എഫ് ഓഫ് എക്സ് വൈ കിട്ടുന്ന പോലെ 6 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സംഭവം ഇവിടെ കിട്ടണം. അതിനെയാണ് ഞാൻ എസ് എന്ന് വിളിച്ചത്. അപ്പൊ അതിന്റെ എറർ കണ്ടുപിടിക്കാൻ ഡെൽറ്റ എസ് ആണ്. ഇപ്പോ y is equal to f of x ആണെങ്കിൽ y is equal to f of x എന്നാണെങ്കിൽ എന്തായിരിക്കും എറർ? y dash, that is delta y is equal to f dash of x dx എന്നല്ലേ. അതോടെ സംഭവിച്ചുള്ളത് ഡെൽറ്റ x is equal to ds is equal to f dash of r dr. That is f dash of x dx. ഇവിടെ x ന് പകരം r ആണ്. f dash of r dr. Integrating differentiate ചെയ്യുമ്പോൾ 8 pi r into dr. That f of r is equal to 4 pi r square എടുത്തു. Substituting r is equal to 0.08 and delta r is equal to dr is equal to 0.05 in equation number 4. Delta s is equal to 8 into pi into values substitute ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. Substitute ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. Therefore, the maximum error in calculated area is approximately, ഇതാണ് നമ്മുടെ maximum error 1357 എന്ന് പറയുന്നത്. In example 5, we calculated error delta q of the quantity q. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള errors ഉണ്ട്. ഫസ്റ്റ് വൺ റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ. ദാറ്റ് ഈസ് ക്യൂവിനെ സംബന്ധിച്ച് ഡെൽറ്റ ക്യൂ ബൈ ക്യൂവിനാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയാം. മറ്റൊരു എററാണ് പെർസെൻറ്റേജ് എറർ. ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100. പെർസെൻറ്റേജ് വരുമ്പോൾ 100 വരണമല്ലോ. സോ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് എറർ. The error, relative error and the percentage error are often approximated by
delta q by q and delta q by q into 100. Delta q എന്ന് പറഞ്ഞാൽ എറർ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100. ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ദ relative errors made when the surface area of the moon was calculated in example 5 is തൊട്ട് മുമ്പ് കണ്ട ക്വസ്റ്റ്യനിലെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവാ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡി ആർ ബൈ ആർ ആണ്. ഡി ആർ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.05 ആണെന്ന്, അത് തന്നിട്ടുണ്ട്. ആർ എത്ര തന്നിട്ടുണ്ട്. സോ ഇതാണ് റിലേറ്റീവ് എറർ ഇൻ ആർ. ആൻഡ് റിലേറ്റീവ് എറർ ഇൻ എസ് ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ എസ്. ഡി എസ് നമുക്കറിയാം ഇതാണ്, എസ് എത്രയാണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഇതിനൊരു പ്രോബ്ലം ചെയ്യാം. The edge of a cube was measured and found to be 3 inch with a maximum possible error of 0.02 inch. Find the approximate maximum percentage error. കണ്ടോ, maximum percentage error എന്ന് പറഞ്ഞോളാം. Percentage error എന്ന് പറഞ്ഞാൽ എന്താ പറയാ, dv or dv by v into 100. Maximum percentage error. Find the approximate maximum percentage error that would be incurred in computing the volume of the cube using this measurement. So let x denote the edge of the cube. ഒരു ക്യൂബിന്റെ എഡ്ജിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ the volume of the cube അതറിയാം v equal to x cube ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്ന എറർ, the error in the measurement of this volume. അപ്പൊ ഡി വി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇവിടെ നമ്മൾ എക്സുകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് വോളിയം. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നു അപ്പൊ നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസിക്കൽ വൈ എന്ന ഫോമിൽ തന്നെ കിടക്കണം, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബ്. സോ ഡി വി സിക്കൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് അതാണ് വേണ്ടത് ഡി വൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡി വി സിക്കൽ ടു 3x² ഡി എക്സ് എന്നുള്ള പറയാം. ഇത് എക്സ് ആക്സിസ് എക്സ്, ഇവിടെ വൈ ആണെങ്കിൽ ഡി വൈ കണ്ടുപിടിക്കുക. ഡി വൈ സിക്കൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു അല്ലെങ്കിൽ വൈ ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതുപോലെ ഇവിടെ എക്സ് അല്ല, ഇവിടെ വി ആണെന്ന് മാത്രം. അപ്പൊ എന്ത് വരും, ഡി വി സിക്കൽ ടു, ഞാൻ തെറ്റി പറഞ്ഞു, ഡി വൈ ആണ്. ഒന്നുകൂടെ പറയാം, എക്സ് ആക്സിസിൽ എക്സ്, ഇവിടെ വൈ, അപ്പൊ ഡി വൈ കണ്ടുപിടിക്കുക. ഡി വൈ സിക്കൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ ക്വസ്റ്റ്യനില് എക്സിൽ എക്സ് തന്നെ, വൈയില് വി ആണ്. അപ്പോ ഡി വിക്ക് പകരം ഡി വൈക്ക് പകരം ഡി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി വി സിക്കൽ ടു എന്താണ് ഫോർമുല, വോളിയത്തിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ്. വോളിയം എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാ, ഡെറിവേറ്റീവ് 3x² ഇൻറ്റു ഡി എക്സ് തന്നിട്ടുണ്ട്. മാക്സിമം വിത്ത് എ മാക്സിമം പോസിബിൾ എറർ ഈസ് 0.02. മാക്സിമം പോസിബിൾ എറർ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഇട്ടത്. അതായത് ഈ എറർ മോഡ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് -0.02 ലെസ് ദാൻ ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0.02 എന്നാ. 0.02 അപ്പുറത്തോട്ട് എറർ പോവില്ല, അതുകൊണ്ടാണ് മോഡ് ചൂടാൻ കാരണം. ആൻഡ് എക്സ് ഇസിക്കൽ 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ വി എന്തായിരിക്കും, മോഡ് ഡെൽറ്റ വി എന്തായിരിക്കും, 3x² ഇൻറ്റു മോഡ് ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് വലിച്ചു കൊടുത്തു, 3 ഇൻറ്റു എക്സിന് 3 കൊടുത്തു, ഡെൽറ്റ എക്സിന് പകരം 0.02 കൊടുത്തു, ഫൈനൽ ആൻസർ 0.54 കിട്ടി. Therefore the approximate maximum percentage error that would be incurred in computing the volume of the cube is, കണ്ടോ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മോഡ് ഡി വൈ ബൈ വി ഇൻറ്റു 100 വന്നത്, 100 വരാൻ കാരണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത് കിട്ടി. ദാറ്റ് ഈസ് 2%. ഇതോടുകൂടി ഡിഫറൻഷ്യൽസ് എന്ന സെക്ഷൻ തീരുകയാണ്.